സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ റഷീദ. ആമിനാസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്നാണ് വിശ്വാസം. ഞങ്ങൾക്കും ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു മീൻ കറിയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരയുടെ തലയാണ് ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മേലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ ആരും മറക്കല്ലേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ പല ആളുകളും മടി കാണിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. എന്നാലല്ലേ എനിക്കതൊക്കെ എന്തൊക്കെയാണ് തിരുത്തേണ്ടതെന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. ഇട്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ്. ഇടുന്നുണ്ട് ആൾക്കാർ, അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇത് കേരയുടെ തലയാണ്. ഇത് വെട്ടി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു 3/4 കിലോ ഉണ്ട്. ഒരു തലയിരുന്ന് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഞാൻ വെട്ടി നുറുക്കി വന്നപ്പോഴേക്കും 3/4 കിലോ ഉണ്ട്. പിന്നെ പച്ചമുളക്, ഉലുവ, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഈ ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കറിവേപ്പില. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് താളിക്കാനുള്ളതാണ്, തൂമിച്ചൊഴിക്കാനുള്ളത് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ, പിരിയൻ മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുടപ്പുളി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്, വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഉപ്പ്, തക്കാളി, വെളിച്ചെണ്ണ പറഞ്ഞതാന്ന് തോന്നുന്നു വീണ്ടും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. വെള്ളം വേണം. വെള്ളം ഞാൻ എടുത്തിട്ടില്ല, അത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് എടുക്കാം. വാടി വരുമ്പോഴേക്ക് എടുക്കാം. വെള്ളം എടുക്കാൻ വിട്ടുപോയി, ഞാനത് എടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു ലേശം ഉലുവ ഇട്ട് കൊടുക്കണം. 2-3 ഉലുവ. ഉലുവ പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ ഇതിൽ കിടന്നൊന്ന് മരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പേസ്റ്റും ഇതും ഇരിച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇത് കിടന്നിട്ടൊന്ന് മതിയട്ടെ. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചുമന്നുള്ളി നമുക്ക് ഇതിട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇതിൽ നമ്മൾ സവാള ചേർക്കില്ല, ചുമന്നുള്ളിയാണ് ചേർക്കുന്നത്. നല്ലപോലെ വാടി വരണം. ഇതങ്ങനെ നല്ലൊരു തല കിട്ടി, മീൻ്റെ തല നല്ലൊരു തല കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു തലക്കറി ഉണ്ടാക്കാമെന്ന്. അതാണ് ഇന്ന് ഞാൻ തലക്കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. മീൻ്റെ കഷ്ണം കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾക്കിപ്പോൾ എനിക്കാണെങ്കിൽ ഈ ബീഫൊക്കെ ആണെങ്കിൽ ബീഫിൻ്റെ എല്ലാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ബീഫല്ല, കഷ്ണമല്ല എനിക്കിഷ്ടം. അതുപോലെ ഇപ്പോൾ മീൻ്റെ ഒക്കെ ആണെങ്കിൽ എനിക്ക് തല കഴിക്കാനാണ് കൂടുതലിഷ്ടം. അയിലാണെങ്കിലും ചെറിയ ചെറിയ ചാള അങ്ങനെയുള്ളതൊക്കെ എനിക്ക് തല കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ തല ഇതാക്കില്ല, എന്നാലും അയിലേൻ്റെ ഒക്കെ തല ഞാൻ കഴിക്കട്ടോ, വളർക്കൊക്കെ ചെയ്യും, എനിക്കിഷ്ടമുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മീൻ്റെ തല കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. ഇത് നല്ലപോലെ വാടി വരണം. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
കൂട്ടി നല്ലപോലെ ഒന്ന്, തക്കാളി ഫുള്ളായിട്ട് വാടണ്ട, മറ്റുള്ളത് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് എടുത്തിരുന്നത്, അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ശരിക്കും ഇതിനോട് യോജിക്കണം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവും. എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഞാൻ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇതിക്കിടന്നിട്ട് ഒഴിഞ്ഞു വരണം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ പിരിയൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി എരിവില്ല. അത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2.5 പിരിയൻ മുളക് ആയതുകൊണ്ടിട്ടാണ് ഞാൻ 2.5 എടുത്തിരിക്കുന്നത്. മറ്റേ മുളക് പൊടി ഞാൻ എടുത്തില്ല. ഇനി ഇത് നല്ലപോലെ ഇതിൽ കിടന്നിട്ട് ഒന്ന് വരണ്ട് ശരിയായി വരണം. അതുപോലെ നല്ലപോലെ വാടി വരണം. ശരിക്കും ഇതിൽ കിടന്നൊന്ന് മൊരിയണം. ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ കുടപ്പുളി ഞാൻ കഴുകി അരിഞ്ഞ് വെള്ളത്തിലിട്ടതാണ്, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഇതിൽ ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് മൊരിയട്ടണം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ച തക്കാളിയൊക്കെ ഇതിലോട്ട് പേസ്റ്റായിട്ട് എല്ലാം വാടി ഇതിനോടൊക്കെ യോജിച്ച് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം, ഇത്തിരി ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കണത്. ഞാൻ പച്ചവെള്ളം ഒഴിച്ചില്ല, ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒത്തിരി ചാറാക്കില്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഈ കപ്പക്കും അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാനിത് കപ്പയൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാനിന്ന് മീൻകറി മാത്രമായിട്ടാണ്. കാരണം ഇത് ഉണ്ടാക്കിയാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിക്കാനായിട്ട് ഇവിടെ ഞാൻ തന്നെ കഴിക്കണം. അതുകൊണ്ടിട്ട് അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിന്ന്. കാരണം ആള് രാത്രിയൊന്നും ഇത് കഴിക്കില്ല. അപ്പം ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ടത് പാകത്തിന് ഉപ്പ് ഇടണം. അറിയാല, ഞാൻ കൈക്കണക്കാണ്, എനിക്കിത് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് പുളി ഇറങ്ങട്ടെ, നല്ലപോലെ തിളക്കണം. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിടേണ്ടതാണ്. അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ പുളിയൊന്ന് ഇറങ്ങണം. എന്നിട്ട് വേണം നമുക്ക് ഈ മീനൊന്ന് ഇടാൻ വേണ്ടിയിട്ട്. ഈ മീനിൻ്റെ തല കൊണ്ടുവന്ന് കറി വെച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എറണാകുളത്ത് റോളക്സ് ഹോട്ടൽ എന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇബ്രാഹിനിക്ക ഉണ്ട്. റോളക്സ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിരുന്നു റോളക്സ് ഇബ്രാഹിനിക്ക. അങ്ങനെ അവിടെ ഈ മീനിൻ്റെ തലക്കറി ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളാണ് റോളക്സ് ഇബ്രാഹിനിക്ക.
അങ്ങനെ ഇതുപോലെ കറി വെച്ചിട്ട് പൊറോട്ട ആയിട്ട് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അവിടെ പണിക്കാരുടെ കയ്യിൽ കൊടുത്തുവിടും. ആ കാലത്തൊക്കെ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ ഈ തലക്കറിയും പൊറോട്ട എന്നൊക്കെ പറഞ്ഞാല്. അന്ന് ഇപ്പൊ ഇന്ന് എല്ലാവരും പറഞ്ഞത് ബീഫ് കറിയും പൊറോട്ടയാണ്. അന്ന് തലക്കറിയും പൊറോട്ട എന്ന് വെച്ചാൽ അവിടുത്തെ സ്റ്റാഫുകളെന്നൊക്കെ പറഞ്ഞ മലയാളികളാണ്. ഇന്നത്തെ പോലെ ബംഗാളികളൊന്നും അല്ല. അന്നൊക്കെ എത്രയോ കൊല്ലം മുമ്പാണ്. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോഴുള്ള കാര്യമുണ്ടോ പറയണ. അപ്പോൾ ആ കാലത്ത് ആ ഇബ്രാനിക്ക തലക്കറി കൊണ്ടുവരും. അതേപോലെ അങ്ങോട്ട് അവിടുത്തെ മീൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരും കറി വെച്ചോളാൻ പറഞ്ഞിട്ടൊക്കെ. ആ കാലത്തൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്ന സാധനമായിരുന്നു തലക്കറി. ഇന്നും ആ ടേസ്റ്റ് എൻ്റെ മനസ്സിലും എൻ്റെ നാവിലും ഉണ്ട്. അതാണ് ഞാൻ ഇതുപോലെ തല കാണുമ്പോൾ മേടിക്കും മാർക്കറ്റിൽ പോകുമ്പോൾ. എന്നിട്ട് ഇതുപോലെ ഞാൻ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ നല്ലപോലെ മീൻ്റെ ഗ്രേവി നല്ലപോലെ തിളക്കുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് മീൻ്റെ തല ഇടാൻ പോവുകയാണ്. പിന്നെ ഞാനിടുന്ന ഈ മീൻ്റെ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഈ ഉപ്പൊക്കെ കറക്റ്റ് അളവ് തന്നെയാണ്. നിങ്ങൾക്ക് തോന്നരുത് ഞാൻ പിന്നെ ഉപ്പൊന്നും നോക്കുന്നില്ലല്ലോ എന്ന്. ഇത് കറക്റ്റ് അളവ് തന്നെയാണ്. കണ്ടതേ കറി ഇങ്ങനെ ആയിട്ട് കണ്ടില്ലേ. ഇനി ഇതിൽ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മുങ്ങിയിട്ട് ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കില്ല. ഇതിങ്ങനെ കിടന്ന് ഈ മീൻ ഇതിൽ കിടന്നൊന്ന് ആവണം. എന്താ ആയിക്കോട്ടെ. ഞാനിതൊന്ന് വീണ്ടും ഒന്ന് അടച്ച് മൂടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കറി ഒന്ന് എവിടെ വരെ ആയെന്ന് നോക്കട്ടെ. കറി നല്ലപോലെ തിളക്കുന്നുണ്ട്. കണ്ട കറി നല്ലപോലെ ആയി വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കിതിനെ മൂടി തുറന്ന് വെച്ച് ഒന്ന് തിളക്കണം. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മളുടെ ഈ വിയർപ്പ് വീണിട്ട് വീണ്ടും ഇതിൽ ചാറ് ഗ്രേവി കൂടി വരും. അപ്പോൾ അത് വേണ്ട. നമുക്കിതിങ്ങനെ ഒന്ന് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടി ആവട്ടെ കേട്ടോ. അപ്പോൾ കറി നല്ലപോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ തലക്കറി നോക്ക്, നല്ല അസലായി നല്ല സ്മെല്ലുണ്ട്. നമ്മൾ എല്ലാം നല്ലപോലെ വാട്ടി എല്ലാം എടുത്തിട്ടുള്ള നല്ല വറുത്തരച്ച മീൻകറിയാണിത്. നമ്മൾ തേങ്ങ ചേർക്കാണ്ട് നല്ലോണം ചട്ടിയിലിട്ട് വയറ്റിയ മീൻകറിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഉള്ളിയും വേപ്പിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ചെയ്യട്ടെ. ഇതിങ്ങനെ തന്നെ ഗ്യാസിലിങ്ങനെ ആയിക്കോട്ടെ. ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തില്ല, സിമ്പിലിട്ടിരിക്കുകയാണ്. ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാവട്ടെ കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ, കാരണം ഇത് നല്ല നെയ്യുണ്ട്, നല്ല നെയ്മഴം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരി ഇത് വേണ്ട. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുവന്നുള്ളി കുറേ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, കാരണം ഇതിൽ അത്യാവശ്യം നല്ലവണ്ണം നെയ്മയമുണ്ട്. പിന്നെ ഇനി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നെയ്മയം കൂട്ടും. നമ്മൾ ആദ്യം തന്നെ ഉള്ളിയൊക്കെ വഴറ്റിയതാണല്ലോ. കറി സിമ്മിൽ ഞാൻ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ വറവ് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതേപോലെ പ്രത്യേക ഗുണവും ഉണ്ടാവും ആ കറിക്ക്. ഇപ്പോൾ ചുവന്നുള്ളി നല്ലപോലെ വാടി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളറാവുമ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കറിവേപ്പില നല്ലപോലെ ഒന്നും മരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വറവ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. കറി എല്ലായിടത്തേക്കും ഇങ്ങനെ കാണിച്ച് കണ്ടില്ലേ. എൻ്റെ തലക്കറിയല്ല, കേരയുടെ തലക്കറി വളരെ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ വിചാരിക്കും ഈ എല്ലാ എപ്പിസോഡിലും സ്വന്തം തന്നെ പറയണേന്ന് കറികൾ നന്നായി, റെസിപ്പി നന്നായി. അല്ലട്ടാ, ഞാനിത് കാണുമ്പോൾ നമുക്ക് എന്ത് സാധനവും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും അത് ഉണ്ടാക്കണം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിനെ മൂടി വെച്ചിട്ട് നമുക്കത് വേറൊരു ബൗളിലോട്ട് മാറ്റണം കുറച്ച്. അപ്പോൾ 2 മിനിറ്റ് ഞാൻ മൂടി വെച്ച് എൻ്റെ കറി ഇവിടെ വളരെയധികം നന്നായിട്ടുണ്ട്.
ഞാൻ 2-3 കറിവേപ്പില കൂടി ഇങ്ങനെ ഒരു ഭംഗിക്ക് അത് എന്താണ് വെറുതെ ഇങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ 2-3 കറിവേപ്പില അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ കറി ഇവിടെ വളരെയധികം നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഈ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ തലക്കറി ഞാൻ ഇനി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, ഈ കറി ഞാൻ ഇന്ന് എടുക്കില്ല. ഈ കറി ഞാൻ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇന്ന് ഞാൻ അടച്ച് ഈ ചൂട് കൊട്ടയിട്ട് മൂടി ഞാൻ ചൂടാക്കി ഇവിടെ വെച്ചിട്ട് ഞാൻ നാളെ എടുക്കുള്ളൂ. കാരണം ഇതിപ്പോൾ ഇത് കോരി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എനിക്ക് അതിലോട്ട് ഒഴിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഞാൻ വൈകിട്ട് കറി വെച്ച് വെക്കും, അല്ലെങ്കിൽ രാവിലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എടുക്കില്ല. ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അപ്പോൾ ഇത് എന്ന പോലെ തന്നെ ഈ കറിയും വേണമെങ്കിൽ നിങ്ങൾക്ക് കോരി കാണിച്ചു തരാം. കണ്ടില്ലേ, തലക്കറി കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. പക്ഷെ ഞാൻ പ്ലേറ്റിലോട്ട് കോരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കേരയുടെ തലക്കറി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. ഈ കറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഭംഗി പോലെ തന്നെ കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുകയും പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയും മേലെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല. കാരണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കുറവാണ് കാണുന്നത്. ലൈക്ക് മാത്രം പോരാ, കമൻറ്റും കൂടി ഇടണം. എന്നാലാണ് എനിക്ക് വ്യൂസ് കൂടുന്നതനുസരിച്ചിട്ട് എനിക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്കൊരു സന്തോഷം. താങ്ക് യു.